ലയണൽ മെസ്സി ആണോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ? ഇവർ രണ്ടുപേരും അല്ല, നെയ്മർ ജൂനിയർ ആണ്. ഇത് പറഞ്ഞിരിക്കുന്നത് കെയ്ലർ നവാസ് ആണ്. ആരാണ് കെയ്ലർ നവാസ്? എന്താണ് കെയ്ലർ നവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡിന്റെ ആ ഒരു ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് 3 തുടർച്ചയായ വർഷങ്ങളിൽ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് നേടിയിരുന്നു. 2016, 17, 18. ആ നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള അന്നത്തെ റയൽ മാഡ്രിഡിന്റെ ഗോൾ കീപ്പർ ആയിരുന്നു കെയ്ലർ നവാസ്. കെയ്ലർ നവാസ് 125ഓളം മത്സരങ്ങൾ പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം കളിച്ചിട്ടുണ്ട് റയൽ മാഡ്രിഡിൽ. അതുപോലെ തന്നെ 16ഓളം മത്സരങ്ങൾ ലയണൽ മെസ്സിക്കൊപ്പം PSG-യിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. റയൽ വിട്ട് PSG-യിലേക്കായിരുന്നു കെയ്ലർ നവാസ് പോരുന്നത്. ആ ഒരു സമയത്തായിരുന്നു ലയണൽ മെസ്സി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 താരങ്ങൾക്കൊപ്പവും കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് കെയ്ലർ നവാസ്. നെയ്മറിനൊപ്പവും PSG-യിൽ താരം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് കെയ്ലർ നവാസ് ഇപ്പോൾ പറയുന്നത് മെസ്സിയുമല്ല റൊണാൾഡോയുമല്ല നെയ്മറാണ് മികച്ച താരം. അദ്ദേഹം പറയുന്നത് ടാലന്റിന്റെ കാര്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെസ്സിക്കും റൊണാൾഡോയ്ക്കും മുകളിലാണ് നെയ്മർ ഉള്ളത്. മെസ്സിയേക്കാൾ റൊണാൾഡോയേക്കാൾ ടാലന്റഡ് ആയിട്ടുള്ള താരമാണ് നെയ്മർ ജൂനിയർ എന്ന ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ. ഇത് മാത്രമല്ല, താരം വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കാലുകൊണ്ടും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന, 2 കാലുകൊണ്ട് ഷൂട്ടടിക്കാൻ മാത്രമല്ല വേറെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ. കളിയുടെ ഗതി എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. സ്കില്ല്, ടാലന്റ്, വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് നെയ്മറിന് പാസിംഗ് ആയാലും ശരി, ആ ഒരു വിഷൻ ആയാലും ശരി, പ്രഷർ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ നെയ്മറിന് കഴിയും. അത് മാത്രമല്ല, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് ഒരു ഡിഫൻഡർ നിന്നാൽ പോലും സാധാരണ പ്ലേയേഴ്സ് ആ ഒരു ബോൾ വാങ്ങി കളിക്കത്തില്ല, ബോൾ റിട്ടേൺ പാസ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഫസ്റ്റ് ടൈം തന്നെ പാസ് ചെയ്യും. എന്നാൽ നെയ്മർ അങ്ങനെയല്ല, നെയ്മർ ബോൾ ഹോൾഡ് ചെയ്ത് കളയും. നെയ്മറിന് ഇഞ്ചുറി വരാനുള്ള ഒരു പ്രധാന റീസൺ ആയിട്ട് പലരും പറയുന്നത് ഈ ഒരു നെയ്മറിന്റെ ഗെയിം സ്റ്റൈലാണ്. ബോൾ ഹോൾഡ് ചെയ്യുക, അത് എതിർ ടീം താരങ്ങളെ കുറച്ചുകൂടി പ്രൊവോക്ക് ചെയ്തിട്ട് അവർ ടാക്കിൾ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നെയ്മറിന് ഇത്രയും ഇഞ്ചുറി വരാൻ കാരണം. ഇഞ്ചുറി കാരണം കരിയർ തന്നെ ഒരു അവതാളത്തിലായിട്ടുള്ള, എവിടെയോ എത്തേണ്ട ഒരു മനുഷ്യൻ പാതി വഴിയിൽ വീണു പോയിട്ടുള്ളൊരു പ്ലെയർ ഫുട്ബോൾ ഹിസ്റ്ററിയിലുണ്ടെങ്കിൽ അത് നെയ്മറാണ്. അപ്പോൾ കെയ്ലർ നവാസ് മാത്രമല്ല ഈ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ബയൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കുന്ന, ബയൺ മ്യൂണിക്കിന്റെ കോച്ചായിട്ടുള്ള മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം വിൻസെന്റ് കോമ്പനി ഒരു പ്രാവശ്യം ഇതേ ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. ഇടതുകാലും വലതുകാലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന താരമാണ് നെയ്മർ. ടാലന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നെയ്മർ ബാക്കിയുള്ള താരങ്ങൾക്ക് മുകളിലാണ് എന്ന രീതിയിൽ വിൻസെന്റ് കോമ്പനി പറഞ്ഞിരുന്നു. ബ്രസീലിയൻ സൂപ്പർ സ്റ്റാർ ഇതിഹാസമായിട്ടുള്ള റൊണാൾഡീഞ്ഞോ ഒരു പ്രാവശ്യം ഇതേ ഒപ്പീനിയൻ പറഞ്ഞിരുന്നു. ടാലന്റ് മാത്രം നോക്കുക, പ്യുവർ ടാലന്റ് മാത്രം നോക്കുകയാണെങ്കിൽ നെയ്മർ എന്ന താരം മെസ്സിക്കും റൊണാൾഡോയ്ക്കും മുകളിലാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, മെസ്സി റൊണാൾഡോ ഈ 2 ഇതിഹാസങ്ങൾക്കാൾ മികച്ച ടാലന്റ് നെയ്മറിനുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.